വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നൊരു മടി പിടിച്ച ദിവസം എന്നൊക്കെ പറയാം കേട്ടോ. ഇന്ന് എന്താ ഒരു മഴ അല്ലേ, ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് കേട്ടോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ സൺഡേ മുതൽ ഇവിടേക്ക് നല്ല മഴയാണ് കേട്ടോ. നിങ്ങളുടെ അവിടേക്ക് എങ്ങനെയാണ്, മഴ പെയ്യുന്നുണ്ടോ? ചെന്നൈയിലൊക്കെ കണ്ടോ എന്തൊരു കാറ്റും വെള്ളപ്പൊക്കമാണല്ലോ. അപ്പോൾ ഞങ്ങളിവിടെ തൃശ്ശൂരാണ്. തൃശ്ശൂർ അങ്ങനെ വലിയ മഴയൊന്നുമില്ല, എന്നാലും ഇങ്ങനെ ഇപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഇന്നാണ് കുറച്ചും കൂടി ഇങ്ങനെ നിന്ന് പെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിന്നൊരു ഡെയിലി വ്ളോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ പറ്റിയില്ല ഗൈസ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ട ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ എഴുതി ബാക്കി എഴുതാൻ മടിയായപ്പോൾ അതെടുത്ത് വെച്ച് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഹെയർ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹെയർ ആണെങ്കിൽ നോക്കുമ്പോൾ ഭയങ്കര ഫ്രിസി ആൻഡ് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഹെയറിലൊരു പാക്കും ഓയിൽ മസാജൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എഴുതിക്കൊണ്ടിരിക്കുന്ന ബുക്കാണ് മാറ്റി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എഴുതാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പം 2 ദിവസമായിട്ടുണ്ട് ഇപ്പോൾ ഹെയർ വാഷ് ചെയ്യേണ്ട ദിവസമാണ് ഇന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഹോട്ട് ഓയിൽ മസാജിങ് ഒക്കെ കൊടുത്തിട്ട് പാക്കൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ ട്രൂ ഹെയറിൻ്റെ ഓയിൽ ഹീറ്റിംഗ് മറ്റേ മെഷീൻ ഉണ്ടല്ലോ, അതിൽ നമ്മുടെ കരിഞ്ജീരകം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് നാളുകൾക്ക് മുന്നേ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ആക്ച്വലി വാങ്ങിയത് അല്ലെങ്കിൽ ഒരു കൊളാബ് വഴി കിട്ടിയതാണ് കേട്ടോ, ഇതിൻ്റെ ഓയിൽ ഷാമ്പൂ ഒക്കെ ആയിട്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, ആ സമയം കൊണ്ട് നമുക്കൊരു പാക്ക് തയ്യാറാക്കി വെക്കാം. അപ്പോൾ ഓയിലിങ് കഴിയുമ്പോൾ ഒരു പ്രോട്ടീൻ പാക്ക് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു പ്രോട്ടീൻ പാക്കാണ് ഞാനിന്ന് തയ്യാറാക്കും. നമുക്ക് പാർലറിലൊക്കെ പോയിട്ട് പ്രോട്ടീൻ പാക്കൊക്കെ ചെയ്യാൻ ടൈം കിട്ടാത്തവർക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടത്. ഈ പ്രോട്ടീൻ പാക്ക് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ മഞ്ഞുകാലമൊക്കെ ആണല്ലോ, ഈ സമയത്ത് മുടി പൊട്ടി പോവുക, അതുപോലെ മുടി കടയ്ക്കുന്ന ഇങ്ങനെ ഊരി പോവുക, അങ്ങനെ ഒരുപാട് ഇഷ്യൂ ഉള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു വട്ടം അല്ലെങ്കിൽ മാസത്തിൽ ഒരു 2 വട്ടമെങ്കിലും പ്രോട്ടീൻ പാക്ക് ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ അവിടെ കിടന്ന് ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം ഈ മുടിയൊന്ന് ചെറപ്പറാന്ന് കിടക്കുന്ന ഈ മുടിയൊന്ന് കെട്ടി വയ്ക്കാമല്ലേ. എവിടെ നോക്കിയാലും ക്ലിപ്പാണ്. ചില സമയത്ത് എന്താ മുടി കെട്ടി വയ്ക്കുന്ന സമയത്ത് ക്ലച്ചസ് ഒന്നും നോക്കിയാൽ കാണില്ല കേട്ടോ ഗൈസ്. അതിപ്പോൾ എനിക്ക് മാത്രമാണോ, നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനിത് മുടിയൊക്കെ ഒന്ന് കെട്ടി സെറ്റാക്കി നമുക്ക് നമ്മുടെ പ്രോട്ടീൻ പാക്ക് ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഓയിൽ ചൂടാവും. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ ചുറ്റി കെട്ടി വെക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. ഈ മുട്ട വെച്ചിട്ട് പാക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അത് മാത്രമല്ല പ്രോട്ടീൻ റിച്ച് ആണ് നമ്മുടെ മുട്ട. പിന്നെ പ്രോട്ടീൻ പാക്ക് എന്ന് പറയുമ്പോൾ എഗ്ഗ് ഇല്ലാണ്ട് വേറൊരു വഴിയില്ല. അപ്പോൾ ഞാൻ ഈ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ നാടൻ തൈരാണ്. ഞാനിവിടെ പാലെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള നാടൻ തൈരാണ്. ഒരു മീഡിയം പുളിയിലുള്ള തൈരാണ് ഇതിന് വേണ്ടത്. നമുക്ക് എന്തോരം വേണമെന്ന് വെച്ചാൽ അത്രയ്ക്ക് എടുക്കാം കേട്ടോ. നമ്മുടെ ഹെയറിനോട്ട് ആവശ്യമായിട്ടുള്ളത് മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് സ്കാൽപ്പിലാണ്. അയ്യോ, നമ്മുടെ ഓയിൽ ഇവിടെ കട്ട് ഓഫ് ആയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഓയിലിൻ്റെ ചൂട് കുറഞ്ഞു പോകും. അപ്പം ഇത് കറക്റ്റ് ഈ ഒരു സംഭവം നമ്മളതിൽ വെളിച്ചെണ്ണ ചൂടാക്കുന്ന ഈ ടൂൾ നമ്മളതിൽ ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ സ്കാൽപ്പിൽ എത്ര ടെമ്പറേച്ചർ ആവശ്യമുണ്ടോ അത്ര കറക്റ്റ് ടെമ്പറേച്ചർ ആവുമ്പം നമ്മുടെ ഈ മെഷീൻ കട്ട് ഓഫ് ആവുന്നേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹോട്ട് ഓയിൽ മസാജിങ് ചെയ്യുന്ന സമയത്ത് വീട്ടിലൊക്കെ ചെയ്യുമ്പം ഒരുപാട് അങ്ങോട്ട് ഇട്ട് വെട്ടി തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയുടെ ഗുണങ്ങളൊക്കെ അങ്ങോട്ട് പോകും. അങ്ങനെയുണ്ട് കേട്ടോ. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടില്ല, ചൂട് കുറഞ്ഞാലും കിട്ടില്ല. അപ്പോൾ കറക്റ്റ് ടൈം ആകുമ്പം ഇത് കട്ട് ഓഫ് ആവേ. അപ്പോൾ ഞാൻ ഹെയറിലോട്ട് ഇങ്ങനെ ഒരു കോട്ടൺ വെച്ചിട്ട് കോട്ടണിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ടാണ് ആക്കുന്നത്. ഒരുപാടൊന്നും ഓയിലെടുത്ത് അപ്ലൈ ചെയ്യേണ്ട കേട്ടോ. ഹോട്ട് ഓയിൽ മസാജ് ആണെങ്കിലും ഒരുപാട് എണ്ണിയിട്ട് മസാജ് ഞാൻ ഇടയ്ക്ക് ചെയ്യും, മാസത്തിലൊരിക്കലൊക്കെ. ഇതിപ്പോൾ ഒരു നോർമൽ നമ്മുടെ സ്കാൽപ്പിലോട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് ഓയിൽ, 2 ടീസ്പൂണൊക്കെ ഓയിൽ ഞാൻ എടുത്തിട്ട് പഞ്ഞി വെച്ചിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ മാത്രമാണ് കേട്ടോ ഫോക്കസ് ചെയ്യണം. പിന്നെ ജസ്റ്റ് ബാക്കി വരുന്നത് എടുത്തിട്ടൊന്ന് മുടിയുടെ തുമ്പ് പോർഷനിലും കൂടെ ഒന്ന് ആക്കി മസാജ് ചെയ്യുന്നുണ്ട്. മസാജ് ചെയ്യലാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായാലും നമുക്കൊരു സ്ട്രെസ് റിലീഫ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് മസാജിങ് ഭയങ്കര ഇഷ്ടമാണ്. ആരെങ്കിലുമൊക്കെ മസാജ് ചെയ്ത് തരികയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. പക്ഷേ നമ്മൾ തന്നെ ചെയ്യണമല്ലോ. ഇടയ്ക്കൊക്കെ പാർലറിൽ പോയിട്ട് സ്പാ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഹോട്ട് ഓയിൽ മസാജൊക്കെ ചെയ്യുമ്പോൾ അവരിങ്ങനെ ചെയ്ത് തരുമ്പോൾ നമ്മളിങ്ങനെ ഉറങ്ങിപ്പോലും. അപ്പോൾ നമ്മൾ സ്കാൽപ്പിൽ എല്ലാ പോർഷനിലും ഞാനിങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്കാൽപ്പ് മസാജ് ചെയ്യണം. ഒരു 10 to 15 മിനിറ്റ്സ് എങ്കിലും മിനിമം ചെയ്യണം. ഞാനൊരു 20 മിനിറ്റൊക്കെ മസാജ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 2-3 ടൈപ്പ് ഹെയർ മസാജിങ് അല്ലെങ്കിൽ ഹെഡ് മസാജിങ്ങുകളുണ്ട്.
ജസ്റ്റ് ഒരു എന്താ പറയുക ഇങ്ങനെ റണ്ണിങ് മസാജിങ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് എൻ്റെ മുടിയും കൊഴിയുന്നുണ്ട് കണ്ടോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും മുടി കൊഴിയും കേട്ടോ. ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കാറ്റ് കാലമൊക്കെ ആയതുകൊണ്ട് മഞ്ഞുകാലം ആയതുകൊണ്ടേ ഇപ്പോൾ ഡിസംബർ മാസമൊക്കെ തുടങ്ങിയല്ലോ, അപ്പോൾ ധാരാളം മുടി കൊഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹെയർ കെയർ സ്കിൻ കെയർ ഒക്കെ നിങ്ങൾ മടി കൂടാണ്ട് ചെയ്തോളൂ. അല്ലാന്നുണ്ടെങ്കിൽ സ്കിന്നൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. കാരണം മഞ്ഞല്ലേ. ഞാനിപ്പോൾ എൻ്റെ ഈ വീഡിയോയിലേ ഭയങ്കര സൗണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ശക്തമായ മഴയില്ലെങ്കിൽ ഒരുവിധം മഴയുണ്ട്. ഞാൻ ഫുൾ മഴ പോയിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 4 ദിവസം മഴ പറഞ്ഞേക്കല്ലേ എന്ന് വെച്ചിട്ട്, അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്കാൽപ്പ് മസാജ് ചെയ്യുമ്പം നമ്മൾ റണ്ണിങ് ആയിട്ടുള്ള മസാജിങ് ഉണ്ടല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാൽപ്പിൽ ഫിംഗർ ഇങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ആ സ്കിന്നുണ്ടല്ലോ സ്കാൽപ്പിൻ്റെ ഫിംഗർ നമ്മൾ എടുക്കാണ്ട് സ്കാൽപ്പിൻ്റെ സ്കിന്ന് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനത്തെ ഒരു മസാജാണ് നമുക്ക് ഹെയറിൽ ആവശ്യം. അല്ലാണ്ട് നമ്മൾ നഖം വെച്ചിട്ട് ഇങ്ങനെ ഉരച്ച് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഹെയർ ഒരുപാട് പൊട്ടിപ്പോവാനും പൊഴിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് ഇതുപോലെ സ്കാൽപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ആ സ്കാൽപ്പ് ഇങ്ങനെ അനക്കി കൊടുക്കുക. അപ്പോഴാണ് ആ റൂട്ടിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുക. ഞാനിപ്പോൾ കയ്യിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ കൈപ്പത്തി ഉണ്ടല്ലോ അത് സ്കാൽപ്പാന്ന് വയ്ക്കുക. ഈ നമ്മൾ ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ ചൊറിയാണ്ട് ആ ഫിംഗർ സ്കാൽപ്പിൽ ഇങ്ങനെ പുഷ് ചെയ്ത് വെച്ചിട്ട് വല്ലാണ്ട് പ്രസ് ചെയ്യേണ്ട, ആ സ്കിന്നിന് ഇട്ട് അങ്ങോട്ട് മസാജ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊരു 20 മിനിറ്റോളം മസാജിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ കെട്ടി വെച്ചിട്ട് എന്ത് ചെയ്യണം, പാക്ക് ഉണ്ടാക്കണ്ടേ. അപ്പോൾ പാക്ക് ഉണ്ടാക്കേണ്ട സമയം കൊണ്ട് ഇപ്പോൾ എൻ്റെ സ്കാൽപ്പിൽ കണ്ടോ ഞാൻ അധികം അങ്ങനെ ഓയിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ തൈരാണേ, നാടൻ തൈര് തന്നെ എടുക്കാം കേട്ടോ. അതിലോട്ട് ഒരു മുട്ട എടുക്കാം. ഇനിയിപ്പോൾ കൂടുതൽ പാക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൈരിൻ്റെ അളവ് കൂട്ടാണ്ട് മുട്ടയുടെ എണ്ണം കൂട്ടാം കേട്ടോ. പ്രോട്ടീൻ പാക്ക് ആണല്ലോ, മുട്ടയില്ലാണ്ട് വേറൊരു വഴിയില്ല. പ്രോട്ടീൻ എന്ന് പറയുന്നത് റിച്ച് ആയിട്ടുള്ളൊരു ഫുഡ് അല്ലെങ്കിൽ ഒരു സാധനം എന്ന് പറയുന്നത് നമുക്ക് മുട്ടയാണ്. മുടി കൊഴിച്ചിലുള്ള ഒരാഴ്ചയിൽ ഒരു നിർബന്ധമായിട്ടും ഒരു പ്രോട്ടീൻ പാക്ക് ഇടാം കേട്ടോ. അതുപോലെ തന്നെ ഡെയിലി 1-2 മുട്ട കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ട് ഒന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതിയിട്ട്, മിക്സിയിൽ അടിക്കണം എന്നൊന്നുമില്ല. അപ്പോഴേക്കും നന്നായിട്ട് വരെ ഉണ്ടോ. ഇതേപോലെ ഒരു യെല്ലോ കളറിലാണ് നമുക്ക് കിട്ടുക. ഇനി ഇത് നമുക്ക് സ്കാൽപ്പിൽ ഫോക്കസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. മുടിയിൽ ബാക്കിയുള്ളത് തേച്ചാലും മതി. സ്കാൽപ്പിലാണ് മെയിൻലി നമ്മൾ പ്രോട്ടീൻ പാക്കായാലും എന്ത് പാക്കായാലും അത് ഈവൻ വെളിച്ചെണ്ണ ഓയിൽ മസാജിങ് ആണെങ്കിൽ കൂടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അതെന്താണെന്ന് വെച്ചാലേ കുറേ ആളുകൾ ഞാൻ കാണുന്നുണ്ട് കുറേ തലയിലിടും കുറേ മുടിയിലിടും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്കാൽപ്പിൽ ആവശ്യമായിട്ടുള്ള ഓയിൽ മാത്രം മതി, മുടി സ്ട്രാൻഡ്സിലോട്ട് വേണ്ട. ഇപ്പോൾ ഒരു ചെടിക്ക് നമ്മൾ വളം ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മളിടുന്ന ഒരു കണക്കിന് നോക്കിയ ഒരു തരം വളമാണെന്നേ. നമ്മളൊരു ചെടിക്ക് വളം ഇടുമ്പോൾ ചെടിയുടെ കടയ്ക്കല്ലേ ഇടുന്നുള്ളൂ, ചെടിയുടെ ഇലയ്ക്കോ പൂവിനോ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വളം കാര്യങ്ങളൊന്നും ഇടാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ എപ്പോഴും നമുക്ക് സ്കാൽപ്പിലോട്ടാണ് ഓയിലായാലും പാക്കുകളായാലും എന്തായാലും ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ എക്സസൈസ് ബാക്കി കയ്യിലൊക്കെ വരുന്നത് മാത്രം ഒന്ന് മുടിയുടെ തുമ്പ് വശത്ത് മാത്രം ആക്കി കൊടുത്താൽ മതി. ഓവറായി കഴിഞ്ഞാൽ നമുക്ക് ഡാൻഡ്രഫ് വരും. പിന്നെ ഈ പാക്ക് ഇടുമ്പോഴായാലും ഞാൻ മൈൽഡായിട്ടുള്ള ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിൽ ഓയിൽ അധികമായിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലേ ഇച്ചിനെസ് ഈ ഡാൻഡ്രഫ് അങ്ങനെ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ മൈൽഡായിട്ടുള്ള ഷാമ്പൂ ഇട്ടിട്ടാണ് കഴുകാറ്. ഈ മുട്ട വെച്ചിട്ടുള്ള പാക്കാകുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇടണമെന്ന് നിർബന്ധമില്ല. കാരണം മുട്ടയിൽ അത്യാവശ്യം നല്ലൊരു കണ്ടീഷണറും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഓയിലൊക്കെ സ്കാൽപ്പിൽ നിന്ന് പൊക്കോളൂ. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും പാക്കൊക്കെ ഇടുകയാണെങ്കിൽ ഉള്ളിയുടെ പാക്ക് അങ്ങനെയൊക്കെ ഇടുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും മൈൽഡായിട്ടുള്ള ഷാമ്പും കണ്ടീഷണറും ഇടാം കേട്ടോ. ഇനി ഞാൻ ഈ പാക്ക് ഇട്ടിട്ട് ഒന്ന് ചുറ്റി കെട്ടി വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് മതി, 10 to 15 മിനിറ്റ് മാക്സിമം മതി. വെച്ചതിന് ശേഷം ഇത് നമ്മളുടെ ഹോട്ടായിട്ടുള്ള ടവിലാണ് കേട്ടോ. ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് അതിലൊരു ടർക്കി മുക്കിയിട്ട് ചുറ്റി കെട്ടി വെക്കുന്നതാണ്. നമുക്കൊരു ഹോട്ട് ഓയിൽ മസാജിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അതിന് കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ സ്റ്റീമിങ് കൊടുക്കണം. അപ്പോൾ സ്റ്റീമിങ് കിട്ടുക എളുപ്പ വഴി അതുപോലെ തന്നെ ഇങ്ങനത്തെ കട്ടിയുള്ള ടർക്കി എടുക്കാം. കാരണം കുറഞ്ഞ തോർത്തൊക്കെ എടുത്താൽ പെട്ടെന്ന് ചൂട് കുറയേ. അപ്പോൾ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിൽ മുക്കി നമുക്ക് ഇപ്പോൾ പിഴിയുമ്പോൾ അറിയാമല്ലോ കൈക്ക് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ
കൈക്ക് മുക്കാൻ പറ്റുന്ന ടെമ്പറേച്ചറിൽ നമുക്ക് മുടിയിലൊന്ന് ചുറ്റി കെട്ടി വെക്കാം കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് സ്റ്റീമിങ് ഇറങ്ങട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നേരത്തെ ബാക്കി എഴുതാൻ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നാളത്തേക്കും മറ്റന്നാളത്തേക്കുള്ള കണ്ടൻറ്റും കുറച്ച് എഴുതി വയ്ക്കാനുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതൊന്ന് എഴുതി കംപ്ലീറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നത്തെ എഡിറ്റ് ചെയ്യാനുള്ള തമ്പനെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ഞാനിങ്ങനെ ഓരോരോ ടൈം ടേബിൾ പോലെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരെണ്ണം തെറ്റി കഴിഞ്ഞാൽ ആകെ മൊത്തം അങ്ങനെ പോവും. അപ്പോൾ അതൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി ഈ ഹോട്ട് അല്ലെങ്കിൽ ഈ ഹീറ്റ് നമ്മൾ മുടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് സ്റ്റീമിങ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോയിട്ട് കഴുകരുതേ, കുറച്ച് നേരം തണുക്കാൻ വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മുടി കൊഴിയും കേട്ടോ. ഇത് മറക്കരുത്. ഇനിയിപ്പോൾ ഞാനതൊന്ന് തണുത്തതിന് ശേഷം പോയി ഹെയർ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ നല്ല ഒരു റിലാക്സിങ്, നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഈ സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു പാക്കാണ് കേട്ടോ. നമ്മൾ മുടി അധികമൊക്കെ കൊഴിയുന്നുണ്ട് എന്നൊക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.